റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ച് സംസാരിച്ച അവസാന വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് കേർസ്കിൽ എന്ത് സംഭവിക്കുന്നു, എത്ര സൈനികരെ ഉക്രൈൻ നഷ്ടപ്പെടുത്തി, റഷ്യ അവിടെ എന്താണ് ചെയ്യുന്നത്, ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. ഈ കേർസ്ക് ഇൻവേഷൻ ആരംഭിച്ചപ്പോൾ ഉക്രൈൻ ആദ്യം പറഞ്ഞത് ഇത് ഞങ്ങളുടെ വലിയൊരു വിജയമാണ്. ഉക്രൈൻ മാത്രം അല്ല, അമേരിക്കയും ഡച്ചിന്റെ ചില ഫോർമർ ഡിഫൻസ് മിനിസ്റ്റേഴ്സും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. റഷ്യൻ പ്രദേശങ്ങളെ ഉക്രൈൻ ആക്രമിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം റഷ്യക്ക് ഇതൊരു വലിയ നഷ്ടമായി മാറി. അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഒരു വലിയ ചിത്രം അവിടെ സൃഷ്ടിച്ചു. ഇവർ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്. റഷ്യയെ സൈക്കോളജിക്കലി ഇത് എഫക്ട് ചെയ്യണം എന്നതിനു വേണ്ടി ഒരു വലിയ ന്യൂസായി അത് കാണിച്ചു. അത് സത്യമാണ്. ഹിറ്റ്ലറിന് ശേഷം റഷ്യൻ പ്രദേശങ്ങളെ ഒരാൾ നിയന്ത്രിച്ചു എന്നുണ്ടെങ്കിൽ അത് റഷ്യയ്ക്ക് ഒരു വലിയ അപമാനം തന്നെയാണ്. എന്നാൽ അപ്പോൾ അങ്ങനെ പറഞ്ഞവർ തന്നെ ഇപ്പോൾ അവരുടെ അഭിപ്രായം ഒരല്പം മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. അല്പം എന്നല്ല, ഏകദേശം എല്ലാവരും മാറ്റിയിട്ടുണ്ട്. ഉക്രൈന്റെ മുൻനിരയിൽ എന്താണ് സംഭവിക്കുന്നത്, അവരുടെ മുൻനിര കമാൻഡോസ് എന്ത് പറഞ്ഞു എന്നുള്ളത് കേട്ടാൽ നമ്മൾ തന്നെ ഒരു നിമിഷം സ്തംഭിച്ചു പോകും. പാശ്ചാത്യ മാധ്യമങ്ങളിൽ കാണിക്കുന്ന വാർത്തകൾ ഒന്നാണ്, പക്ഷേ ഫ്രണ്ട് ലൈനിൽ സംഭവിക്കുന്നത് മറ്റൊന്നാണ്. അത് അവർ തന്നെ പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ടാകും? കൂടാതെ ഈ കേർസ്ക് ഒഫൻസീവ് എന്തുകൊണ്ട് പരാജയപ്പെട്ടു? അവിടെ 3 പ്രധാനപ്പെട്ട എക്സ് ഫാക്ടേഴ്സ് ഉണ്ട്. ഉക്രൈന്റെ പരാജയം, റഷ്യയുടെ വിജയം, ഇവയെല്ലാം തീരുമാനിക്കാൻ പോകുന്നത് ഈ 3 എക്സ് ഫാക്ടേഴ്സ് ആയിരിക്കും. ഇവയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാൻ പോകുന്നത്. കേർസ്ക് ഇൻവേഷൻ ഓഗസ്റ്റ് മാസം 6-ാം തീയതി ഒരു വാർത്ത ലോകം മുഴുവനും തീ പോലെ പടർന്നു. ഇന്നലെ രാത്രി ഉക്രൈൻ റഷ്യ ആക്രമിച്ചു. ഉക്രൈൻ റഷ്യൻ പ്രദേശങ്ങളിൽ, അതും കേർസ്കിനുള്ളിൽ വളരെ വേഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നുവെന്നും 8 മണിക്കൂറിൽ ഒറ്റ രാത്രിയിൽ 600 സ്ക്വയർ കിലോമീറ്ററോളം അവരുടെ മുന്നേറ്റം ഉണ്ടായി. റഷ്യൻ പ്രതിരോധ സേനയെ, അവരുടെ ബോർഡർ ഗാർഡ്സിനെ 200-ലധികം പേരെ ഉക്രൈൻ പിടികൂടിയെന്ന വാർത്ത തീ പോലെ പടർന്നു. സത്യത്തിൽ ഇത് 10 ദിവസത്തേക്ക് ആരെയും ഏതൊരു വാർത്തയും പറയിപ്പിക്കാതെ മുഴുവൻ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തന്നെ പിടിച്ചു നിർത്തി. ഈയൊരു സംഭവം, ഇവർ അകത്തേക്ക് മുന്നേറിയ ആ വേഗത നോക്കിയാൽ കൃത്യം 10 ദിവസത്തിൽ 1200 ചതുരശ്ര കിലോമീറ്റർ ഇവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നു. ഇത് എത്രത്തോളം അധികമെന്ന് ചോദിച്ചാൽ 2024 ജനുവരി മാസം മുതൽ ഓഗസ്റ്റ് 5-ാം തീയതി വരെയും റഷ്യ ഉക്രൈനിൽ എത്രത്തോളം ഭൂമി കൈവശപ്പെടുത്തിയോ അത്രത്തോളം പ്രദേശമായിരുന്നു ഇത്. 7 മാസത്തോളം റഷ്യ ശ്വാസം മുട്ടി പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വെറും 10 ദിവസത്തിൽ ഉക്രൈൻ റഷ്യക്കുള്ളിൽ പിടിച്ചെടുത്തു. ഇങ്ങനെ പിടിച്ചെടുത്തതിനു ശേഷം എല്ലാവരും പുറത്തു പറഞ്ഞ വാർത്ത തീർച്ചയായും നെഗോസിയേഷൻ ടേബിളിലേക്ക് ഉക്രൈൻ ഇതൊരു വാലിഡ് പോയിന്റ് ആയി കാണിക്കും. ഇത് റഷ്യയുടെ പ്രസ്റ്റേജിന് ഒരു വലിയ പ്രശ്നമായി കാണിക്കുകയും ഇത് വച്ച് ഉക്രൈൻ ഒരു വലിയ ഡിമാൻഡ് നടത്തുമെന്നൊക്കെ വാർത്ത പുറത്തുവിട്ടു. ഈ സമയത്ത് ഡച്ചിന്റെ മുൻ ഡിഫൻസ് മിനിസ്റ്റർ ഒരു പ്രസ്താവന പുറത്തിറക്കി. അതിന്റെ ആർട്ടിക്കിൾ പ്രൂഫ് ഇതാണ്. അതിൽ അദ്ദേഹം പറഞ്ഞത്, ഉക്രൈൻ ഇങ്ങനെ ഒരു കാര്യമാണോ ചെയ്തത്? ഉക്രൈൻ ചെയ്ത ഈയൊരു കാര്യം ഭാവിയിൽ ഒരുപാട് വാർ ടെക്നിക്സിനെ മാറ്റാൻ പോവുകയാണ്. ഇതൊരു കേസ് സ്റ്റഡിയായി എടുത്ത് ലോകത്തിലുള്ള മികച്ച സർവകലാശാലയിലുള്ള എല്ലാവരും ഒരു ഗവേഷണ പഠനമാക്കും എന്ന്, അത്രത്തോളം വലിയ സംഭവമാണ് ഉക്രൈൻ ഇവിടെ ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വാർത്ത നിങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക. ഇതിനുശേഷം സെപ്റ്റംബർ മാസം ഉക്രൈന്റെ കമാൻഡർ ഇൻ ജനറൽ അലക്സാണ്ടർ സിസ്കി അദ്ദേഹം CNN കൊടുത്ത ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഈ സംഭവം നടന്ന് അവസാനിച്ചു. ഉക്രൈൻ കേർസ്കിനുള്ളിൽ 1200 ചതുരശ്ര കിലോമീറ്റർ പിടിച്ചെടുത്തതിന് ശേഷം ആദ്യത്തെ ഔദ്യോഗികമായ വാർത്ത ഇതായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം, റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ ഇത്രയും വലിയ പ്രശ്നം സംഭവിക്കുന്നു, ഇതിനിടയിൽ എസ്കലേഷൻ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇൻവേഷൻ ചെയ്തു? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ ഒരു മറുപടി, റഷ്യ കേർസ്കിൽ നിന്ന് സുമി മേഖലയെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നുവെന്നുള്ള ഒരു ഇന്റൽ ഇൻപുട്സ് ഞങ്ങൾക്ക് ലഭിച്ചു. 5000 മുതൽ 10,000 സൈനികരെ റഷ്യ അവിടെ അണിനിരത്തുകയാണ്. ഞങ്ങൾ അന്ന് രാത്രി ആക്രമിച്ചില്ലായിരുന്നുവെങ്കിൽ, അതായത് ഓഗസ്റ്റ് മാസം ആ രാത്രി ആക്രമിച്ചില്ലെങ്കിൽ തീർച്ചയായും അവരെല്ലാവരും സുമി റീജിയനിലേക്ക് ഇരച്ചു കയറുമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ പിടിച്ചു വച്ചിരിക്കുന്നതിലും അധികം പ്രദേശം ഉക്രൈനുള്ളിൽ അവർ പിടിച്ചെടുക്കുമായിരുന്നു. അപ്പോ ഇവിടെ ഞങ്ങൾ ചെയ്തത് പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് ആണ്. എന്നാൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും വലിയ ഒരു റിസൾട്ട് ഞങ്ങൾക്ക് ലഭിച്ചു എന്ന് ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തി. സത്യത്തിൽ ഇതിൽ മനസ്സിലാകാത്ത ഒരു കാര്യം, റഷ്യ 6000 സൈനികരെ അവിടെ തയ്യാറാക്കി വെച്ചിരുന്നു എന്ന് പറഞ്ഞു. സത്യത്തിൽ ഈ 6000 സൈനികർ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഉക്രൈനെ കൊണ്ട് ഇത്രത്തോളം വേഗതയിൽ അകത്തേക്ക് കയറാൻ സാധിക്കുമോ? ഉക്രൈൻ അകത്തേക്ക് കയറിയത് മിന്നൽ വേഗത്തിലായിരുന്നു. വെറും 4 മണിക്കൂറിനുള്ളിൽ മുഴുവനായും 200 സ്ക്വയർ കിലോമീറ്റർ പിടിച്ചെടുത്തു. ഇത് യാതൊരു റെസിസ്റ്റൻസും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ഉക്രൈൻ സൈന്യം അകത്തേക്ക് പോയി. ഇത് അദ്ദേഹം പറഞ്ഞ പ്രസ്താവനയുടെ ഒരു തെളിവാണ്. ഇതിനുശേഷം ഉക്രൈനിലെ ഉയർന്ന അധികാരമുള്ള വ്യക്തി,
ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി NBC ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ്. ഇവിടെ റഷ്യയെ ഞങ്ങൾ ഹോൾഡ് ചെയ്യണം എന്ന് ചിന്തിക്കുന്നില്ല, റഷ്യൻ പ്രദേശങ്ങളെ ഹോൾഡ് ചെയ്യണം എന്ന് ചിന്തിക്കുന്നില്ല. ഞങ്ങൾക്ക് ആവശ്യമായ സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. നാളെ ഒരു നെഗോസിയേഷൻ ടേബിളിലേക്ക് പോകേണ്ടി വന്നാൽ, ഒരു സമാധാന ചർച്ച നടത്തിയാൽ അവിടെ റഷ്യയെ ഞങ്ങൾ ഹോൾഡ് ചെയ്യുന്നതിനു വേണ്ടി, ഉക്രൈനെ അവർ പിടിച്ചു വച്ചിരിക്കുന്ന ഗ്രിപ്പൊന്ന് ലൂസ് ചെയ്യുന്നതിനു വേണ്ടി ഈ പ്രദേശങ്ങൾ പിടിച്ചു വച്ചിരിക്കേണ്ടത് ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. ഇത് മുഴുവനായും ഞങ്ങളുടെ മിലിറ്ററി സക്സസ് ആണ്. ഇതിലൂടെ ഞങ്ങളുടെ സൈനികർ ഒരു വലിയ പവർ അവിടെ കാണിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇത് ഞങ്ങൾക്ക് ഒരു വലിയ അപ്ഹോൾഡ് തന്നെ നൽകും. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ ഡോക്യുമെന്റ് ആണിത്. ഇപ്പോ ഇവർ രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞു. ആദ്യം പറഞ്ഞത് റഷ്യ ഞങ്ങളെ ആക്രമിക്കാൻ അവരുടെ സൈനികരെ കൊണ്ടുവന്ന് നിർത്തി, അതിനു മുൻപ് ഞങ്ങൾ അവരെ ആക്രമിക്കണം എന്നതിനു വേണ്ടി അവിടെ ഒരു ഓപ്പറേഷൻ നടത്തിയെന്ന് ഉക്രൈൻ കമാൻഡർ ഇൻ ജനറൽ പറഞ്ഞു. എന്നാൽ പ്രസിഡന്റ് പറഞ്ഞത് ഇല്ല, ഞങ്ങൾ ഇത് പദ്ധതിയിട്ടാണ് ചെയ്തത്. ഞങ്ങൾ ഉക്രൈനിൽ നിന്നും റഷ്യയ്ക്കുള്ളിലെ ചില പ്രദേശങ്ങൾ ക്യാപ്ചർ ചെയ്ത് റഷ്യയെ നെഗോസിയേഷനിലേക്ക് കൊണ്ടുവരണം എന്നതിനു വേണ്ടിയാണ് ഈ കാര്യം ചെയ്തതെന്നും പറഞ്ഞു. ഇവിടെ ഈ രണ്ടുപേരുടെ പ്രസ്താവനയിലും വൈരുദ്ധ്യമുണ്ട്. പക്ഷെ സത്യത്തിൽ അവിടെ എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ? അസോസിയേറ്റഡ് പ്രസ് സംബന്ധിക്കുന്ന ചില ജേർണലിസ്റ്റ്, മാധ്യമപ്രവർത്തകർ ഡയറക്റ്റ് മുൻനിരയിലേക്ക് പോയി അവിടെയുള്ള ഒരുപാട് സൈനികരെ ഇന്റർവ്യൂ ചെയ്യുന്നു. ഇതിൽ അവരുടെ ഐഡന്റിറ്റി അറിയരുത് എന്നതിനു വേണ്ടി അവരെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവിടില്ല. ഇങ്ങനെ ഞാൻ പറയുന്ന കാര്യങ്ങളിലെല്ലാം പലരും പ്രൂഫ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഈ തെളിവുകളെല്ലാം ഇവിടെ കാണിക്കുന്നത്. ഡയറക്റ്റ് അവിടെ ഇന്റർവ്യൂ ആർട്ടിക്കിൾസ് ഒന്നും നമുക്ക് ഇവിടെ കാണിക്കാൻ കഴിയില്ല. അതിൽ കോപ്പിറൈറ്റും മറ്റു പല പ്രശ്നങ്ങളുമുണ്ട്. അതിനാൽ ജനറൽ ഡോക്യുമെന്റ്സ് ഇവിടെ കാണിക്കാം. ഇതിൽ അവിടെയുള്ള ഒരുപാട് കമാൻഡോസ്, ഒരുപാട് യുദ്ധ സൈനികർ എല്ലാവരും പറഞ്ഞ ഒരേ ഒരു കാര്യം, ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അന്ന് രാത്രി ഓഗസ്റ്റ് മാസം 5-ാം തീയതി വെറും 9 കിലോമീറ്റർ, റഷ്യയ്ക്കുള്ളിൽ വെറും 9 കിലോമീറ്റർ 9 ദിവസത്തേക്കൊരു റൈഡിന് പോകണം. അതും റഷ്യ ഉക്രൈൻ അതിർത്തിയിൽ നിന്ന് ഖുറേനോ എന്ന 25 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു പ്രദേശം വരെയും ഒരു സർപ്രൈസായി ആക്രമണം നടത്തണം എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരേ ഒരു പദ്ധതി. അതിന് മുൻപ് പറഞ്ഞതുപോലെ റഷ്യ ആക്രമിക്കാനായി 10,000 സൈനികരെ നിർത്തിയിരുന്നു. അല്ലെങ്കിൽ സെലൻസ്കി പറഞ്ഞതുപോലെ പദ്ധതിയിട്ടുള്ള ഒരു ആക്രമണമോ അല്ല. ഇവർ അകത്തേക്ക് പോയത് ഇന്ത്യൻ ആർമി ചെയ്യുന്നത് പോലുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു. അകത്ത് പോയി ശത്രുവിന് പോലും അറിയാതെ അവരെ ആക്രമിക്കുക. അതുപോലെ റഷ്യയ്ക്കുള്ളിൽ നുഴഞ്ഞ് വെറും 9 ദിവസം അവിടെയുള്ള റഷ്യൻ സൈനികരെ, മിലിറ്ററി ഇൻസ്റ്റാളേഷൻസിനെ ആക്രമിക്കുക. റഷ്യക്കെതിരെ ഞങ്ങൾക്കും ഇങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ അകത്തേക്ക് കയറിയത്. എന്നാൽ അകത്തേക്ക് കയറിയ ഉക്രൈന് ഒരു കാര്യം മനസ്സിലായി, റഷ്യയ്ക്കുള്ളിൽ ശരിയായ ഡിഫൻസസ് ഒന്നും ഇല്ല. സത്യത്തിൽ റഷ്യ പരാജയപ്പെട്ടത് അവിടെയാണ്. എത്ര തന്നെ 60% പ്രദേശം ഉക്രൈന്റെ പക്കൽ നിന്നും തിരിച്ചെടുത്തെങ്കിലും റഷ്യ പരാജയപ്പെട്ടത് അവിടെയാണ്. കൃത്യമായ ഒരു പ്രതിരോധ സ്ട്രക്ചർ എവിടെയും ഇല്ലായിരുന്നു. 1000 സൈനികർ, ഉക്രൈൻ സൈനികർ അകത്തേക്ക് വന്നു എന്നുണ്ടെങ്കിൽ അവരെ എതിർത്ത് നിന്നത് വെറും 10 റഷ്യൻ സൈന്യം മാത്രമായിരുന്നു. ഈ റേഷ്യോ അത്രത്തോളം വളരെ വളരെ കുറവായിരുന്നു. റഷ്യ അവിടെ തീർത്തും പരാജയപ്പെട്ടു, ഡിഫൻസിൽ പരാജയപ്പെട്ടു. അങ്ങനെ ഉക്രൈൻ അവിടെ മുന്നേറുന്ന വേഗത അധികമായതിനാൽ 9 ദിവസത്തെ ഓപ്പറേഷൻ ആയിരുന്നത് പിന്നീട് പല ദിവസമായി മാറി. നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര പ്രദേശങ്ങൾ ക്യാപ്ചർ ചെയ്യണമെന്ന് കമാൻഡ് സെന്ററിൽ നിന്നും കമാൻഡ് വന്നു. ഇങ്ങനെയാണ് കേഴ്സ്ക് ഒഫൻസീവ് റൈഡ് എന്നത് ഒഫൻസീവ് ആക്രമണമായി മാറിയത്, ഹോൾഡിംഗ് റഷ്യൻ ലാൻഡ്സ് ആയി മാറിയത്. ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്. ഇത് പറഞ്ഞത് ഉക്രൈൻ സൈനികർ തന്നെയാണ്. അതിനുള്ള പ്രൂഫും നിങ്ങൾ തന്നെ കാണുക. ശരി, ഇതെല്ലാം അവസാനിച്ചു. ഉക്രൈൻ റഷ്യയ്ക്കുള്ളിൽ എങ്ങനെയോ നുഴഞ്ഞു കയറി പ്രദേശം പിടിച്ചെടുത്തു. എന്നാൽ ഇത് ഉക്രൈന് സംഭവിച്ച ലാഭം എന്താണ്, നഷ്ടങ്ങൾ എന്താണ്? ലാഭനഷ്ടം എന്ന കണക്കെടുക്കുകയാണെങ്കിൽ എപ്പോഴും നഷ്ടത്തിന്റെ തട്ട് താണു തന്നെ ഇരിക്കും. അത്രത്തോളം ഉണ്ട്, കുറച്ചൊന്നുമല്ല. ഓരോന്നായി അറിയാം. ഇതിന്റെ റെസ്പോൺസ് റഷ്യയിൽ നിന്നും ആരംഭിക്കും. ഈ ഓപ്പറേഷൻ എല്ലാം ആരംഭിച്ചപ്പോൾ എല്ലാവരും ചോദിച്ച ഒരേ ഒരു ചോദ്യം, പുടിൻ അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? റഷ്യയ്ക്കുള്ളിൽ അവർ നുഴഞ്ഞു കയറി ആക്രമിച്ചു, അവരുടെ 1200 ചതുരശ്ര കിലോമീറ്റർ പിടിച്ചെടുത്തു. അപ്പൊ പുടിൻ അവിടെ എന്താണ് ചെയ്യുന്നത്? ഒരു സ്റ്റേറ്റ്മെന്റ് പോലും നൽകുന്നില്ലല്ലോ. ഇങ്ങനെ ഒരുപാട് കുറ്റാരോപണം റഷ്യ നോക്കി നടത്തി. ഈ സമയത്ത് മറ്റു രാജ്യങ്ങളാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? പെട്ടെന്ന് അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ മാസ് കൗണ്ടർ ഒഫൻസീവ് അവിടെ ആരംഭിക്കും. എല്ലാവരും അത് തന്നെ ചെയ്തിട്ടുണ്ടാകും. എന്നാൽ ഒരു വ്യത്യാസം ഇവിടെ സംഭവിച്ചു. സാധാരണ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ദേശീയവാദിക്കും ഒരുപാട് വ്യത്യാസമുണ്ട്. ഇവിടെ ഉക്രൈൻ റഷ്യ ഈ ഒരു താരതമ്യത്തിന് വേണ്ടി മാത്രം അല്ല പറയുന്നത്. സാധാരണ രാഷ്ട്രീയത്തെ മാത്രം നോക്കി രാഷ്ട്രീയം നടത്തുന്നവർക്കും ശരിക്കും ജനങ്ങളെ സ്നേഹിച്ച് രാജ്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ ആഗ്രഹിക്കുന്ന നേതാവിനും ഒരുപാട് വ്യത്യാസമുണ്ട്. ഇവിടെ റഷ്യ എങ്ങനെ പ്രതികരിച്ചു എന്ന് ചോദിച്ചാൽ ഉടനടി ഒരു പ്രതികരണം നൽകിയില്ല. അതായിരുന്നു അവരുടെ ആദ്യത്തെ പ്രതികരണം. കൃത്യം 1 മാസം കഴിഞ്ഞ് ഉക്രൈന്റെ ഈ അഭിമുഖങ്ങൾ വരുന്നതിന് മുൻപ് സെപ്റ്റംബർ മാസം 5-ാം തീയതി പുടിൻ നേരിട്ട് ഒരു പ്രസ് റിലീസ് കൊടുത്തു. ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരവും അദ്ദേഹം നൽകി.
റെക്ലെസ് അഡ്വഞ്ചർ വിത്ത് നോ മിലിറ്ററി വാല്യൂ. എങ്ങനെയൊക്കെയോ ചെയ്ത ഒരു സാഹസികത, സൈനികത്തെക്കുറിച്ചുള്ള യാതൊരു ധാരണയും ഇല്ലാതെ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരു തീരുമാനവും എടുക്കാൻ പറ്റാത്ത സമയത്താണ് ഉക്രൈൻ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തിയത്. തീർച്ചയായും ഇതിൽ ഉക്രൈന് നഷ്ടങ്ങൾ മാത്രമേ സംഭവിക്കൂ. എന്തിന് ഇത് ചെയ്തു എന്ന് ചിന്തിച്ച് അവർ ദുഃഖിക്കും. അത്രത്തോളം നഷ്ടം അവർക്കുണ്ടാകും എന്ന് പുടിന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇതിനു ശേഷം നടന്നതാണ് ചരിത്രം. ഇപ്പൊ ഉക്രൈൻ അകത്തേക്ക് വന്നു. റഷ്യ അവിടെ ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ചില്ല. എന്നാൽ ഉക്രൈൻ എങ്ങനെയാണ് അവിടെ പരാജയപ്പെട്ടത്? ഒരു മാസം കഴിഞ്ഞ് റഷ്യൻ പ്രസിഡന്റിൽ നിന്നും ഒരു റിയാക്ഷൻ വന്നു. അതിലൂടെ റഷ്യ ഉദ്ദേശിച്ചത് സ്ലോ ആൻഡ് സ്റ്റഡി, മന്ദഗതിയിൽ പോയാലും പ്രശ്നമില്ല, ആ സ്ഥലം മുഴുവനും നമ്മുടെ നിയന്ത്രണത്തിലേക്ക് വരണം എന്നവർ ഉദ്ദേശിച്ചിരുന്നു, ലക്ഷ്യം വച്ചിരുന്നു. അങ്ങനെ റഷ്യയുടെ ആദ്യത്തെ കൗണ്ടർ ഒഫൻസീവ് സെപ്റ്റംബർ മാസത്തിന്റെ 3-ാം ആഴ്ചയിൽ ആരംഭിച്ചു. ഇങ്ങനെ ആരംഭിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് റഷ്യക്ക് തീർച്ചയായും ഇത് കഴിയില്ല, കാരണം ഉക്രൈൻ സൈനികർ അവിടെ കൂടുതലുണ്ട്. റഷ്യക്ക് തങ്ങളുടെ പ്രദേശങ്ങളെ തിരികെ എടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന് അവരുടെ വാർത്ത പുറത്തുവിട്ടു. എന്നാൽ അവിടെ സംഭവിച്ചത് അതായിരുന്നില്ല. റഷ്യക്ക് ആളുകൾ ഇല്ല. ഓരോ രാജ്യത്തിനും ഓരോ സ്ട്രാറ്റജി ആയിരിക്കും. ചിലർ പെട്ടെന്ന് റിയാക്ട് ചെയ്ത് അവിടെ ഒരു വിജയം നേടാൻ ശ്രമിക്കും. ചിലർ സ്ലോ ആൻഡ് സ്റ്റഡി ആയിരിക്കും. അതായത് വിജയം മാത്രം ആയിരിക്കില്ല അവിടെ പ്രധാനം. അവർ ചെയ്ത തെറ്റവർ മനസ്സിലാക്കണം. അവർ എന്തുകൊണ്ട് ആ തീരുമാനം എടുത്തുവെന്ന് അവർ തന്നെ ചിന്തിച്ച് ദുഃഖിക്കേണ്ടി വരണം. അങ്ങനെ പതിയെ പതിയെ അവരെ ഇമോഷണലി വീക്കാക്കുകയും ചിന്തിക്കാനാകാത്ത ഒരു തിരിച്ചടി നൽകും. റഷ്യ ചൂസ് ചെയ്തതും ഈയൊരു വഴിയായിരുന്നു. ഇതിനായി ഇവർ ചെയ്തത് സർപ്രൈസായി ഈസ്റ്റേൺ ഫ്രണ്ടിൽ നിന്നും ഒരൽപ്പം പോലും സൈന്യത്തെ പിന്നിലേക്ക് കൊണ്ടുവരാതെ ഈസ്റ്റേൺ ഫ്രണ്ടിൽ നടക്കുന്ന ഒഫൻസീവിനെ എപ്പോഴത്തെയും പോലെ നടത്തിക്കൊണ്ടിരുന്നു. പോക്രോവോസ് ബാറ്റിൽ പോലെ, സാബ്രോസേഷ്യ ബാറ്റിൽ നടക്കുന്നത് പോലെ എല്ലാം വീണ്ടും വേഗത്തിലാക്കി. 50,000 സൈനികരെ കൊണ്ടുവന്ന് കേർസ്കിൽ നിരത്തി. ഈ 50,000 സൈനികരെ കൊണ്ടുവന്നു എന്നുള്ളത് മാത്രം അല്ല, 12,000 നോർത്ത് കൊറിയൻ സൈനികരെയും അവർക്ക് സപ്പോർട്ടായി കൊണ്ടുവന്നവിടെ ഇറക്കി. ഉക്രൈൻ ചെയ്ത തെറ്റ് ഇവിടെ റഷ്യ ചെയ്തില്ല. ഉക്രൈൻ ചെയ്തത് വളരെ എലൈറ്റായ യൂണിറ്റ്സിനെ കൊണ്ടുവരികയും യുദ്ധത്തിനായി അവരെ അകത്തേക്ക് അയച്ച് അവരെ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ റഷ്യ ആ തെറ്റ് ചെയ്തില്ല. നിങ്ങൾ അവിടെ യുദ്ധം ചെയ്യുന്നു, നിങ്ങൾക്ക് അവിടെ ജോഗ്രഫിക്കൽ കണ്ടീഷൻസ് എല്ലാം സെറ്റാണ്, നിങ്ങൾ അവിടെ തന്നെ യുദ്ധം ചെയ്യുക, ഞങ്ങൾ ഇവിടെ പുതിയ ആളുകളെ അയക്കും എന്ന് പറഞ്ഞ് റിസർവിലുണ്ടായിരുന്ന 50,000 പേരെ അയച്ചു. ഇത് ഉക്രൈനെ കൊണ്ട് ഒരൽപ്പം പോലും ഊഹിച്ചെടുക്കാൻ കഴിയാതെ വീണ്ടും കൂടുതൽ സൈനികർ യുക്രൈൻ അയക്കാൻ തുടങ്ങി. 5,000, 10,000, 20,000 ഇങ്ങനെ പതിയെ പതിയെ സൈനികരെ അകത്തേക്ക് അയക്കുകയും ഏകദേശം പകുതിയിലധികം പേർ ഇപ്പോൾ മരിച്ചുവെന്നും പറയുന്നു. ഇത് ഉക്രൈന്റെ ജനറൽ സ്റ്റാഫ് തന്നെ റോയിട്ടേഴ്സ് നൽകിയ വാർത്തയിൽ പറഞ്ഞതാണ്. നവംബർ മാസം അവസാനത്തിൽ ഉക്രൈന്റെ കമാൻഡർ തന്നെ പറഞ്ഞിരുന്നു, പകുതിയിലധികം സ്ഥലം ഞങ്ങൾ നഷ്ടപ്പെടുത്തിയെന്ന്. ഇവിടെ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത് ഉക്രൈന് ആ സമയം തന്നെ പകുതിയിലേറെ സ്ഥലം നഷ്ടപ്പെട്ടു. പക്ഷെ അപ്പോൾ വാർത്തകളൊന്നും പുറത്തു വന്നില്ല. ഇതും അസോസിയേറ്റഡ് പ്രസിൽ വന്ന ഒരു വാർത്തയാണ്. ഉക്രൈന്റെ കമാൻഡർ പറഞ്ഞ ഒരു കാര്യം, ഞങ്ങളെ കൊണ്ട് അവിടെയുള്ള ഡെഡ് ബോഡീസ് പോലും റിമൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ട്രക്ക് ഫുള്ളാകുന്ന രീതിയിൽ അത്രത്തോളം ഡെഡ് ബോഡീസ് ഉണ്ട്. ഞങ്ങളെ കൊണ്ട് റിമൂവ് ചെയ്യാൻ കഴിയാത്ത അളവിൽ പ്രശ്നമുണ്ട്. പകുതിയിലേറെ പേരെ അവിടെ തന്നെ ഉപേക്ഷിച്ചു വരേണ്ട അവസ്ഥയാണ്. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. വെസ്റ്റേൺ മീഡിയാസ് ഒരുപാട് കാര്യങ്ങളൊന്നും സംസാരിക്കുന്നതെല്ലാം ഈ കാര്യങ്ങളെല്ലാം അവസാനിച്ച് എല്ലാവരും എല്ലാം അറിഞ്ഞതിനു ശേഷമാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ ഉക്രൈൻ പതിയെ പതിയെ തിരിച്ചടി വാങ്ങുന്നത് കൊണ്ട് അവരെ കൊണ്ട് റഷ്യ ഹോൾഡ് ചെയ്യാനും സാധിച്ചില്ല. അകത്തേക്ക് വരുന്ന ആക്രമണത്തെ അവസാനിപ്പിക്കാനും സാധിച്ചില്ല. ഇതിൽ ഞാൻ പറഞ്ഞ ആ 3 എക്സ് ഫാക്ടേഴ്സ്, അതിൽ ആദ്യത്തേത് കേർസ്കിന്റെ ഭൂപ്രദേശമാണ്, അതിന്റെ സ്വഭാവം. രണ്ടാമത്തേത് നോർത്ത് കൊറിയൻ സൈനികരുടെ ഇമ്പാക്ട്. മൂന്നാമതുള്ളത് എലോൺ മസ്ക്, അദ്ദേഹത്തിന്റെ സ്റ്റാർലിങ്ക് സർവീസാണ്. ഈ 3 ഘടകങ്ങളിൽ ഒന്നാമതായുള്ളത് ജോഗ്രഫിക്കൽ കണ്ടീഷൻ. അത് നോക്കിയാൽ ഉക്രൈൻ ചെയ്തതിൽ ഏറ്റവും വലിയ തെറ്റ് ആദ്യമായി പറഞ്ഞത് സൈനികരെ കൊണ്ടുവന്ന് റീലൊക്കേറ്റ് ചെയ്യിപ്പിച്ച് യുദ്ധം ചെയ്യിപ്പിച്ചത്. ഇത് CNN വന്ന വാർത്തയാണ്. ഉക്രൈൻ കമാൻഡർ സംസാരിച്ചതാണ്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 2 ദിവസത്തേക്ക് ഞാനും എന്റെ സൈനികരും അവിടെ ഉപേക്ഷിക്കപ്പെട്ട ഒരു അവസ്ഥയായി. ഏത് സ്ഥലം എവിടെയാണ് എന്ന് അറിയാൻ സാധിച്ചില്ല. അത് മുഴുവനായും അവർക്കൊരു പുതിയ സ്ഥലമായിരുന്നു. ഇതിനു മുൻപ് ആരും അവിടെ പോയിട്ടില്ല. മലകൾ എവിടെയാണ് ഉള്ളത്, ട്രെഞ്ചസ് എവിടെയാണ് സൃഷ്ടിക്കേണ്ടത്, ജോഗ്രഫിക്കലി ആ പ്രദേശം എങ്ങനെയാണ്, ഇതൊന്നും തന്നെ അറിയില്ല. ഈ വാർ സോൺ എല്ലാം GPS ഡിനൈഡ് കണ്ടീഷൻസിനാണ്. അവിടെ സെൽഫോൺസിൽ ടവേഴ്സ് ലഭിക്കില്ല, GPS വർക്കാകില്ല, ഏതൊരു കമ്മ്യൂണിക്കേഷനും അവിടെ ഇല്ല. ഇങ്ങനെ യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തികളെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും
അതായത് അവർ യുദ്ധം ചെയ്ത സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നതുകൊണ്ട് സൈക്കോളജിക്കലായും ഭൂമിശാസ്ത്രപരമായും അത് അവരെ വല്ലാതെ ബാധിച്ചു. അപ്പോൾ ഉക്രൈൻ ചെയ്ത ഈ ഒരു തെറ്റ് റഷ്യ ചെയ്തില്ല. അവർ യുദ്ധം ചെയ്യുന്നവരെ അതാത് സ്ഥലങ്ങളിൽ തന്നെ വിടുകയും പുതിയ വ്യക്തികളെയാണ് പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുവന്നത്. രണ്ടാമത്തേത് നോർത്ത് കൊറിയൻ സൈനികർ. അവർക്ക് പ്രശ്നമുണ്ടായോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. 12,000-ൽ എത്ര പേർ മരിച്ചു എന്നും അറിയില്ല. 1000 പേരെന്നും പറയുന്നു. സെലൻസ്കി 3000 എന്നും പറയുന്നു. പകുതിയിൽ കൂടുതൽ പേർ മരിച്ചു എന്ന് തന്നെ കരുതാം. ഇത് സൈക്കോളജിക്കലി അവിടെ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്നത് ഉക്രൈനെ സ്തംഭിപ്പിച്ചു. കാരണം നോർത്ത് കൊറിയൻ സൈനികർക്ക് കോമ്പാക്ട് എക്സ്പീരിയൻസ് ഒന്നും തന്നെ ഇല്ല. അവർക്ക് ഇന്റർനെറ്റ് ആക്സസ് ലഭിച്ചതും അവരോട് പല കാര്യങ്ങൾ ചെയ്തു. അതുപോലെ ഡ്രോൺ വാർഫെയർ കണ്ട ആരംഭത്തിൽ അവർ തന്നെ ആശ്ചര്യപ്പെട്ടു. ഇതാണോ ഡ്രോൺ, ഇതിങ്ങനെയാണോ എന്നൊക്കെ. എന്നാൽ യുദ്ധകളത്തിൽ ഉക്രൈൻ സൈനികർക്കെതിരെ റഷ്യൻ സൈനികരും നോർത്ത് കൊറിയൻ സൈനികരും ചേർന്ന് ഒന്നായി യുദ്ധം ചെയ്യുമ്പോൾ അത് ഉക്രൈനെ കൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചില്ല. അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഊഹിച്ചെടുക്കാൻ പോലും സാധിക്കാതെ അവിടെ സറണ്ടർ ആകുന്ന ഒരവസ്ഥയാണ് സംഭവിച്ചത്. ഇതിൽ റഷ്യയ്ക്ക് സപ്പോർട്ടായി നോർത്ത് കൊറിയൻ സൈനികരും അകത്തേക്ക് വന്നത് സൈക്കോളജിക്കലായി ഉക്രൈനെ വീണ്ടും ബാധിച്ചു. മൂന്നാമതായി ഉള്ളത് എലോൺ മസ്കിന്റെ ഫാക്ട്. സ്റ്റാർലിങ്കിന്റെ ആക്സസ് എന്നത് ഉക്രൈൻ ബോർഡർ കഴിഞ്ഞവർക്ക് ലഭിക്കില്ല. പാർഷ്യലി 1-2 സ്ഥലങ്ങളിൽ ലഭിച്ചാലും മുഴുവനായും അതവർക്ക് ലഭിക്കില്ല. ഉക്രൈൻ ക്രീമിയ ആക്രമിക്കാൻ ഇന്റർനെറ്റ് ആക്സസ് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഞാനത് നൽകിയാൽ ഇവിടെ ഞാൻ ഉക്രൈനെ സഹായിച്ചതുപോലെയാകും, ഒരു വലിയ യുദ്ധത്തിൽ എന്റെ പങ്ക് ഉള്ളതുപോലെയാകുമെന്ന് കരുതി അദ്ദേഹം അത് ഡിനൈ ചെയ്തു. അതുപോലെ ടൗൺ ഓഫ് സ്വിറ്റ്സയെ ചുറ്റി ഉക്രൈൻ അവർക്ക് ആവശ്യമായ GPS സിഗ്നൽസ് ലഭിക്കുന്നതിനും ഇന്റർനെറ്റ് കണക്ഷൻസ് ചോദിക്കാനും സ്റ്റാർലിങ്ങിനോട് ഒരു റിക്വസ്റ്റ് കൊടുത്തു. എന്നാൽ അതിനായിട്ടുള്ള ആക്സസ് അദ്ദേഹം നൽകിയില്ല. ഇത് ഉക്രൈൻ നൽകിയിരുന്നെങ്കിൽ വീണ്ടും ഒരു ഹൈ പ്രിസിഷൻ ഡ്രോൺ അറ്റാക്ക് റഷ്യൻ പൊസിഷൻസിൽ അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല, ഇവരുടെ ഈ സൈനികരെ കോർഡിനേറ്റഡ് സർക്കിളിനുള്ളിൽ വയ്ക്കാൻ സാധിക്കും. ആ പ്രദേശങ്ങളിൽ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം അവരെ കൊണ്ട് തടയാൻ കഴിയുമായിരുന്നു. ഈ 3 പ്രധാനപ്പെട്ട ഫാക്ടർ. ഇതല്ലാതെ റഷ്യൻ സൈന്യത്തിന്റെ എണ്ണം അവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉക്രൈനെ കൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഇവയെല്ലാം ചേർന്നാണ് ഉക്രൈന്റെ ഒരു വലിയ ഡൗൺഫോൾ അവിടെ കേഴ്സ്കിൽ സംഭവിച്ചത്. ഇതാണ് യഥാർത്ഥം. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ കാത്തിരുന്ന് കാണുക. ഇപ്പോഴുള്ള ഈ 550 സ്ക്വയർ കിലോമീറ്റർ അടുത്ത ഒരാഴ്ചയിൽ 450-400 കുറയും. അല്ലെങ്കിൽ ഈ സമാധാന ചർച്ച നടക്കുന്നതിന് മുൻപ് തന്നെ ഉക്രൈൻ പ്രസിഡന്റ് ആ പ്രദേശം വിട്ട് അവിടെ ഫോഴ്സസിനെ വിഡ്രോ ചെയ്താലും അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. ഇത് ഉക്രൈൻ ഒരു ചെക്ക്മേറ്റ് കണ്ടീഷനാണ്. അത് വിട്ട് പുറത്തേക്ക് വന്നാലും അവർക്ക് അപമാനമാണ്. അത് ഡിഫെൻഡ് ചെയ്യാൻ മറ്റ് പ്രദേശങ്ങളിലുള്ള സൈനികരെ ഇവിടേക്ക് അയച്ചാൽ ഇതിനേക്കാൾ റാപ്പിഡായി ആ പ്രദേശങ്ങൾ കൊളാപ്സ് ആകും. അപ്പോൾ ഒരു വലിയ ട്രാപ്പിനുള്ളിലാണ് ഉക്രൈൻ അകപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.